പോവാൻ വരട്ടാശാനെ. എസ് ഐയുടെ കാല് വിളിക്കുന്ന അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയെന്ന് നോക്കിയില്ലെങ്കിൽ മോശമല്ലേ? മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമാണ്. ചിലപ്പോ ചില തെണ്ടികളുടെ സഹായവും വേണ്ടി വരും. പണ്ട് എസ് ഐയുടെ വീട്ടിലോട്ട് പുഷ്കരാ വേറെ പീതാംബര, എല്ലാവരെയും കൂടി കണ്ട് ജംബോ ജമാലിന്റെ മറ്റേ കാലും കൂടി ഉളുക്കണ്ട. പീതാംബരം മാത്രം പോയാ മതി. ഏത് തെണ്ടിയാടാ അത്? ഞാനാ പീതാംബരനാ. ഞാൻ വിചാരിച്ചു സർക്കിൾ ആയിരിക്കും. കേറി വാ. കാലിന് എന്തോ അത്യാഹിതം സംഭവിച്ചെന്ന് കേട്ടു. നമ്മൾ ഓരോരുത്തരെ വിശ്വസിച്ചാണല്ലോ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ വിശ്വാസവഞ്ചന കാണിച്ചാൽ എന്തോ ചെയ്യും? ആ ഉസ്മാൻ പാക്കറ്റടിക്കാരൻ മാത്രമല്ല, അസൻ ഒരു വഞ്ചകൻ കൂടെയാണ്. അവന്റെ അടിനാഭി നോക്കി ഞാൻ തൊഴിച്ചതാ. അവൻ മാറിക്കളഞ്ഞു. കാലിയെന്ന് ജോലി കൊണ്ടു. അയ്യോ, ഇതെങ്ങനെ അറിഞ്ഞു? നാട്ടിൽ പാട്ടായോ? ഇതുവരെ പാട്ടായിട്ടില്ല, പക്ഷെ ഇനി ചിലപ്പോ ആകും. ഉമ്മിണിയാച്ചാൻ കൂടെ വന്നിട്ടുണ്ട്. അയ്യോ, തൊട്ടില്ല ഞാൻ. നല്ല വേദന ഉണ്ടല്ലേ? ഉളുക്ക് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. തടകിച്ചില്ലേ? വൈദ്യശാലയിൽ ചിലപ്പോ കുഴമ്പ് വാങ്ങിച്ചിട്ടു. അയ്യോ, അതുപോരാ. തിരുമാൻ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും തിരുമിക്കണം. കാലിന്റെ കാര്യമാ. എന്തെങ്കിലും സംഭവിച്ചാൽ മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാർ നിസ്സാരമായിട്ട് പറഞ്ഞു കളയും. എന്റെ ഒരു വല്യമ്മാവൻ കടമ്പയെ തട്ടി ഒന്ന് വീണതാ. കുഴമ്പ് വരട്ടി കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചതാ. 4ന്റെ അന്ന് കാല് മുറിച്ച് ദൂരെ കളയേണ്ടി വന്നു. സാറ് കിടന്നു, ഞാൻ ഇപ്പൊ വരാം.